സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കിയ ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം 44-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നിരാഹാര സമരം 6-ാം ദിവസത്തിലേക്കും കടന്നു. പിന്തുണയുമായി വിവിധ പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത്. നീതി ലഭിക്കും വരെ സമരം ചെയ്യുമെന്ന് ആശാവർക്കർമാർ. ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരം 44-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ സമരസമിതി നേതാവ് MA ബിന്ദുവിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന നിരാഹാര സമരം 6-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. നിരാഹാര സമരത്തിന്റെ 5-ാം ദിവസമായി ഇന്നലെ നടന്ന കൂട്ടുപവാസത്തിൽ സംസ്ഥാനത്തുടനീളമുള്ള ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് മുന്നിലും വീടുകളിലും ഐക്യദാർഢ്യ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. വരും ദിവസങ്ങളിലും സമര പരിപാടികൾ ശക്തമാക്കുമെന്നും സമരസമിതി നേതാക്കൾ പറഞ്ഞു. ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ വളരെ ന്യായമാണ്. അതുകൊണ്ട് അടിയന്തരമായി പരിഗണിക്കണം. ഇതിപ്പോൾ 6-ാമത്തെ ദിവസം നിരാഹാരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സർക്കാരിന് പരിഗണന വേണ്ടേ? ഇവിടെ വനിതാ ശിശു വികസന വകുപ്പുണ്ട്, അതിൻ്റെ മന്ത്രിയുണ്ട്, അവർ പരിഗണിക്കണം. ആരോഗ്യമന്ത്രി എന്നുള്ളത് പോട്ടെ, വനിതാ ശിശു വികസനം പരിഗണിക്കണം. അപ്പോൾ ന്യായമായൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട്, അതും തുച്ഛമായി ജീവിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നൊരു കൂലിയാണ്. അതിനെ നിഷേധിക്കുക, അതിനെതിരെ അപവാദം പറഞ്ഞും കള്ളം പറഞ്ഞും പരിഹസിച്ചും ആക്ഷേപിച്ചും സമരക്കാരെ ഓടിക്കാമെന്ന് പറയുന്നത് നടക്കില്ല. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക, വിരമിക്കുന്നവർക്ക് പെൻഷൻ ഉറപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഫെബ്രുവരി 10-ന് അനിശ്ചിതകാല രാപ്പകൽ സമരം ആരംഭിച്ചത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.